എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു ഇസ്ലാമിക് ജിഹാദിയെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത ഇസ്ലാമിക് ജിഹാദിയെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണി കൂടുകയാണ്, പണി ഇരട്ടിയാകുകയാണ്. അതായത് 15 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകൾ, അതായത് 15 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ള കുഴിയിലേട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവൻ വരെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മത തീവ്രവാദികളെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുകയാണ്. കാരണം ഈ നാണം കെട്ടവന്മാരെ കൊണ്ട് ഒരു സമാധാനമില്ല, ഒരു പൊറുതിയില്ല. വേണ്ട, ഇനി സൂരി അൻസാരി ആലപ്പുഴയെക്കുറിച്ച് പറയാനിരിക്കുമ്പോഴാണ് അതിലും പ്രധാനപ്പെട്ട ഒരുത്തിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നത്. വേണ്ടേ, അവൻ്റെ പേര് നവാസ് എന്നാണ്. നവാസ് അതായത് സംസാരത്തിൽ ഒരു മാന്യതയോ ഒരു മര്യാദയോ കാണിക്കാത്ത ഒരു മദ്രസ പൊട്ടൻ. നാടൻ ഭാഷയിൽ പറഞ്ഞ നാടൻ ഭാഷ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പും നാണവുമില്ലാത്ത ഒരു അലവലാതി. ഇതുപോലെയുള്ള നാണം കെട്ടവന്മാരാണ് ഇവരുടെ നേതാക്കന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ കേട്ടാൽ പിന്നെ 7 തോട്ടിൽ കുളിച്ചാലും ശുദ്ധി വരില്ല. അത്രമാത്രം അശ്ലീലമാണ്. തെറി, ചീത്ത, തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി എന്ന് വേണ്ട മലയാളത്തിൽ എത്ര തെറിയുണ്ടോ അതെല്ലാം ഇവൻ്റെ വീഡിയോ കേട്ടാൽ നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് തെറി പഠിക്കാൻ വേറെ സ്ഥലത്തൊന്നും പോകണ്ട. ഇവൻ തെറിയുടെ ഒരു യൂണിവേഴ്സിറ്റി തുറന്നു വച്ചേക്കുന്ന ഒരു അലവലാതി. ഈ നാണം കെട്ടവനെയൊക്കെ മറുപടി കൊടുത്ത് നമ്മുടെ ആയുസ് തീരുന്ന തോന്നുന്നത്. കാരണം ഇങ്ങനെ കൂണ് മുളയ്ക്കുന്ന പോലെ ഈ ജിഹാദികൾ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്കെതിരെ നമ്മൾ മറുപടി കൊടുക്കും? അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ നാണം കെട്ടവന്മാർ ഒരു ദിവസം 3, 4, 5 വീഡിയോ ചെയ്യും. ഇമാർക്ക് ഒരു പണിയില്ല, നല്ല ഫണ്ട് ഇമാർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഈ ഹലാൽ എന്ന് പറയുന്നതുണ്ടല്ലോ, ഹലാൽ ഫുഡ്, ഇതൊക്കെ വൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിനൊക്കെ വലിയ ഫണ്ടുകളുണ്ട്. അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കും അതോടൊപ്പം ഇവർക്കെതിരെ കേസ് വന്നാൽ ആ കേസ് നോക്കാനൊക്കെ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫണ്ട് മേടിച്ച് ഈ നക്കലും കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാതെ ഇരുന്ന് ഒരു ദിവസം 4, 5 വീഡിയോ ചെയ്യുക. അപ്പോൾ ഇത് ഈ പല രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നതനുസരിച്ച് 10,000-ത്തിലധികം അക്കൗണ്ടുകളിൽ നിന്നാണ് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഫണ്ട് വരുന്നത്. ഈ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലെയുള്ള ഈ മത തീവ്രവാദികളുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവന്മാർ, ഈ മത തീവ്രവാദികൾ ഈ പൈസയെല്ലാം മേടിച്ച് തിന്നു കൊഴുത്ത് എന്നിട്ട് ഒരു ജോലിക്കും പോകില്ല, ഒരു പണിയില്ലാതിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും അതുപോലെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയെ, ഇപ്പം BJP ആയാലും കോൺഗ്രസിനെ ആയാലും ഇടതുപക്ഷത്തെയായാലും നിരന്തരം വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് അത്ര അവരുടെ ജോലി. വേറെ ഒരു പണിയില്ല. ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കൂട്ടത്തിൽ വീഡിയോ ചെയ്തിട്ട് തെറിയും ചീത്തയും പറയുന്നവരെ കേട്ടോ, ഒന്ന് ഇവനെയാണ്, നവാസ് എന്നും, മറ്റൊന്നൊരു ജേർണലിസ്റ്റ്, ജേർണലിസ്റ്റ് എന്നും പറഞ്ഞൊരുത്തനുണ്ട്. അവൻ്റെ വായിലെ കത്തി കേട്ടാൽ, അതായത് ഭയങ്കര സംഭവമാണ്. അതുപോലെ ഭയങ്കര കത്തി. ഒരാൾ എഴുതി വിടും, ഓ നിൻ്റെ ഈ കത്തി കേട്ട് തന്നെ മനുഷ്യൻ്റെ ഇടപാട് തീർന്നു പോകുവാണല്ലോ ഡബി എന്ന് പറഞ്ഞു ഒരാൾ എഴുതിയേക്കുന്ന കമൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ടവന്മാർക്കൊന്നും ഒരു പണിയില്ല, മത തീവ്രവാദം വളർത്തുക എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങേരുടെ കുറച്ച് ഡയലോഗുകൾ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. അതിനാണ് ഇവന്മാർ പറയുന്ന ഈ പച്ച നുണയ്ക്ക് ഇതിന് കൃത്യമായ മറുപടി പറയണം. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉപദേശം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞ, എടാ നാണം കെട്ടവനെ, അങ്ങനെ തന്നെ പറയാം, സഹോദര നാണം കെട്ടവനെ, ഒരാളുടെ ഒരു വാക്ക് കേട്ടാൽ
ആ ഏത് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ ആളുകൾ ഏത് സൈസ് സ്വഭാവമുള്ളവരാണെന്ന് നിൻ്റെയൊക്കെ ഈ സംസാരത്തിന് കേൾക്കാം. ഇപ്പം വാ പൊളിച്ച തെറി മാത്രമേ പറയുള്ളൂ. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറിയുടെ ഒരു യൂണിവേഴ്സിറ്റി. ഇനി അത് കേൾപ്പിക്കാം. അതായത് ഇതിൻ്റെ പശ്ചാത്തലം പറയണമല്ലോ. അതായത് ഈ ഹിജാബ് വിവാദത്തിൽ ഈ നെഞ്ചത്തിൻ്റെ ചവിട്ട് കിട്ടിയ വ്യക്തിയുള്ള ഒരാളാണ് ഈ പുള്ളി. അപ്പം ഇതിന് എതിരെ നിന്ന ഷോൺ ജോർജിനെതിരെയാണ് ഇവരുടെ പ്രത്യാക്രമണം. കാരണം ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെ കണ്ണടത്ത കാണത്തില്ല. ഈ ജിഹാദികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒന്ന് യഹൂദനാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിയാണ്. ഇനി മതചിഹ്നങ്ങളിൽ ഈ ജിഹാദികൾക്ക് ഏറ്റവും വെറുപ്പ് കുരിശാണ്. എവിടെ കുരിശ് കണ്ടാലും ഇവന്മാർ തല്ലി പിടിക്കും. അപ്പം ഈ മത തീവ്രവാദികളെ സമൂഹത്തിന് മുമ്പിൽ വരച്ച് കാണിക്കണം. ഭേദമാണ് അപ്പനെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം അയാൾ അധികാരത്തിന് വേണ്ടി പല ആൾക്കാരുടെയും കൂടെ നിന്നിട്ടുണ്ട്, പല ആൾക്കാരുടെയും ആസനം താങ്ങി നക്കുകയും വെളുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേട്ടോ, അതാ ഞാൻ പറഞ്ഞ ഈ നാണം കെട്ടവൻ, വീണ്ടും പറയാ, ഈ നാണം കെട്ട ഇസ്ലാമിക് മത തീവ്രവാദി, അവൻ്റെ വാക്ക് കേട്ടോ. ഇവനെ പോലെ അശ്ലീലം പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ നിങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇവന്റെ ഭാഷ കേട്ടോ. ഏറ്റവും വലിയ അയാൾ അധികാരത്തിന് വേണ്ടി പല ആൾക്കാരുടെയും കൂടെ നിന്നിട്ടുണ്ട്, പല ആൾക്കാരുടെയും ആസനം താങ്ങി നക്കുകയും വെളുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാലുണ്ടല്ലോ, അത് ഇച്ചിരി കടുപ്പമായി പോകും. കാരണം എനിക്കത് പറയാൻ അറിയത്തില്ലഞ്ഞിട്ടല്ല, ഞാനൊരു ഒരു ഒരു സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റിയല്ല. നിങ്ങളുടെ ഒരു ഉസ്താദ് MM അക്ബർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് അറബിക നാട്ടിലുള്ള ഒരു ഭോഗപ്രിയരാണ്. അവർക്ക് ഈ വെടിവെക്കാതെ, ഞങ്ങളുടെ നാട്ടിൽ ഈ കള്ളവെടിവെപ്പ് എന്നാണ് പറയുന്നത്. ഈ പൈസ കൊടുത്തും മറ്റൊരു സ്ഥലത്ത് പോയി ഈ പരിപാടി നടത്തുന്നതിന് കള്ളവെടിവെപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉസ്താദ് പറയുന്നത് ഈ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കള്ളവെടി വെക്കാതെ ജീവിക്കാൻ മേലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സാക്കിർ നായിക്കിന് എയ്ഡ്സാണ്. മനസ്സിലായോ? സാക്കിർ നായിക്കിന് എയ്ഡ്സ് വരാനുള്ള കാരണം കള്ളവെടി വെക്കാൻ പോയതാണ്. എങ്ങനെ കള്ളവെടി വെക്കാന്ന്? അതായത് ഇവരുടെ മതപണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വികാരം മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ വികാരം മുട്ടിയിരിക്കുമ്പോൾ ഒരു പെണ്ണില്ലാതെ ഇവന് ജീവിക്കത്തില്ല. അതുകൊണ്ട് ഇവൻ്റെ ഈ കാശുള്ളത് കൊണ്ട് ഇവൻ അവിടെ പോയി ഒരു പെണ്ണിന് ഒരു 3 മാസത്തേക്ക് വാടകയ്ക്ക് എടുക്കും. അങ്ങനെയാണ് ഉണ്ടോ? അപ്പോൾ ഈ പരിപാടി ചെയ്ത് ആരാന്ന് താങ്കൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ സംസ്കാരം. അയാളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം SDPയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ആണല്ലോ. അതെ, അതായത് ഓരോ ക്രൈസ്തവൻ്റെയും ഹിന്ദുവിൻ്റെയും ശത്രു SDPയും പോപ്പുലർ ഫ്രണ്ടാണ്. കാരണം എന്താ സംശയമുണ്ടോ? അത് ഞങ്ങൾക്ക് തൻ്റെ ഇടം കൊണ്ട് പറയാൻ. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക് മത ഭീകര സംഘടന, അതിൻ്റെ വകഭേദമാണല്ലോ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായതാണല്ലോ SDPI. നിങ്ങൾക്ക് എന്തെങ്കിലും നാണമുണ്ടോ പറയാൻ? കാരണം ആലപ്പുഴയിൽ ഒരു വീട്ടിൽ കയറി ഒരു ഗൃഹനാഥനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ മുമ്പിലിട്ട് 20-ലധികം വരുന്ന SDP പ്രവർത്തകർ വെട്ടിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർക്ക് എന്ത് മര്യാദ? ഈ ഇസ്ലാമിക് മത തീവ്രവാദിക്ക് എന്തെങ്കിലും ഒരു മര്യാദയുണ്ടോ? അവന് സ്നേഹമോ കരുണയോ ആർദ്രതയോ കടപ്പാടോ ബന്ധങ്ങൾക്കോ അവന് പ്രാധാന്യമുണ്ടോ? പെറ്റ തള്ള നോക്കി നിൽക്കുമ്പോൾ സ്വന്തം മകനെ വടിവാള് കൊണ്ട് വെട്ടിക്കൊല്ലുവാണ് ഇവര്. ഇവനൊക്കെ എന്ത് സംസ്കാരമുണ്ട്? ഫ്രണ്ടിന്റെ ഒക്കെ സ്റ്റേജുകളിൽ മാസ് തീപ്പൊരി ഡയലോഗ് ഇട്ടിട്ട് അവരുടെ വോട്ടും മേടിച്ച് അവസാനം അവര് തന്നെ ഈ വേട്ടാവളിയെ തോപ്പിച്ചപ്പോഴത്തേക്ക് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേക്ക് നമ്മൾ കേട്ടതാ. ഇപ്പൊ അതിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാര് ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മരവാഴയെ ജനിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതിന്റെ പേരില. ഈ 40 വട്ടം സകല മാധ്യമങ്ങളിലും വന്നിരുന്നോണ്ട് ലവ് ജിഹാദിനെ കുറിച്ചിട്ട് പറയും. അതായത് നിർബന്ധപൂർവം ഒരു പെൺകുട്ടിയെ മറ്റു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് വലിയ രീതിയിലുള്ള കുറ്റമാണ്. മിസ്റ്റർ നവാസ്, ഞാനിതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ മരവാഴ എന്ന കുറിച്ച് അത് നിങ്ങളുടെ സംസ്കാരം.
നിങ്ങളുടെ കൂട്ടത്തിൽ സംസ്കാരമുള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞ ആരെയും ഞാൻ ഇതുവരെ കണ്ടില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഉസ്താദുമാരുടെ വീഡിയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ഓരോ ഉസ്താദുമാരുടെ വീഡിയോയ്ക്കും ഒരു മറുപടി പറയാനായിട്ട് തീരുമാനിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ല സംസ്കാരമുള്ള, വകതിരിവുള്ള, വിവേകമുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ ഈ ആലുവയിൽ ഒരു പുള്ളിയുണ്ട്. അവനെ ആ പുള്ളിയെപ്പോലെ ഒരു പക്കാ മത തീവ്രവാദി. പെരുമ്പാവൂരിലൊരു മുഹമ്മദ് ഈസയുണ്ട്. ക്രൈസ്തവ സമൂഹത്തെ ഇത്രയും അവഹേളിക്കുന്ന വേറൊരു ആഭാസൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ സംസ്കാരമുള്ള എന്ന് പറഞ്ഞാൽ ഈ മതപ്രഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഈ സംസ്കാരമുള്ള ഒരുത്തനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ്, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ട ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. തെറിയും ചീത്തയും അശ്ലീലവും കമ്പിക്കഥകളും പറയാത്ത ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ആളുകളെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ പറയാം, എന്താ ഈ ലവ് ജിഹാദ്? ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ലവ് ജിഹാദ് എന്താണ്? കോതമംഗലത്ത് ഇദ്ദേഹം പറയുന്ന വാങ്ങണ്ട, കോതമംഗലത്ത് ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അനുവാദത്തോടും കൂടെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മതം മാറാൻ പീഡിപ്പിച്ചു. എന്നിട്ട് ആ പെൺകുട്ടി തൻ്റെ ജീവൻ ഒടുക്കി. അത് ഇവരുടെ പല പരിപാടി കൊണ്ട് അത് എന്ത് ചെയ്തു, പോലീസ് അത് വേറെ രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കേസ് മുമ്പോട്ട് പോവുകയാണ്. ഒന്ന് മനസ്സിലായി, ലവ് ജിഹാദ് ഉണ്ട്. അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ അവർ ബോധപൂർവം ഇസ്ലാം വൽക്കരിക്കാൻ വേണ്ടി പ്രേമം നടിച്ച്, സ്നേഹം നടിച്ച്, ആർദ്രത നടിച്ച് അവരുടെ അവസരം മുതലെടുത്തുകൊണ്ട് അവരെ ഈ ലവ് ജിഹാദിൽ കൊടുക്കുകയാണ്. അതായത് ലവ് ജിഹാദ് ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല. ഈ നാണം കെട്ടവന്മാർ കാരണം ഇത് പറയുന്നത് അല്ലേ? ഈ ഹിജാബ് വിഷയം ഇത്രയും വിവാദമാക്കി, അതുകൊണ്ടാണ് ഹിജാബിൻ്റെ ചരിത്രം പറയേണ്ടി വന്നത്. അത് ഹിജാബ് എന്തായിരുന്നു? അത് അപ്പിക്കുപ്പായമാണെന്ന് ഇപ്പം എന്നെ പോലുള്ളവർ ഞങ്ങൾ അറിഞ്ഞു. ആരിഫ് ഹുസൈൻ ഈ കാര്യം വിവരിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടത്. ഈ ഹിജാബ് എന്ന് പറഞ്ഞൊരു അപ്പിക്കുപ്പായമാണത്. ഇത് ഒരു വിളിക്കിറങ്ങാൻ പോകുന്ന സമയത്ത് ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തല മൂടി വെച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണെന്ന് പിന്നീട് അത് മനസ്സിലായത്. ഇത് ഇത്രയും നാൾ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഹിജാബ് വിവാദം വന്നപ്പോഴാണ് ഈ ചരിത്രം പിടികിട്ടി. എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ തന്നെ ഇവന്മാരുടെ കുഴി തോണ്ടുകയാണ്. ഇപ്പം ലവ് ജിഹാദിനെ കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നില്ലേ? എന്താ കാരണം? ലവ് ജിഹാദ് ഇവന്മാർ ടാർഗറ്റ് ഇടുന്ന എങ്ങനെ അറിയാമോ? ഒന്ന്, ഇവർക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇവർ നമ്മളെ അതിൻ്റെ അകത്ത് അംഗങ്ങളാക്കും, മനസ്സിലായോ? എന്നിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വചനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വിടും. അപ്പം നമ്മളതിനെ പ്രതികരിക്കുന്നു, ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതികരിക്കുന്നു എന്നറിഞ്ഞാൽ ഇവന്മാരവിടെ പിന്നെ അടുത്ത ഇതിലേക്ക് വിടും, മനസ്സിലായോ? പ്രധാനമായിട്ട് ഇവർ ലക്ഷ്യമിടുന്നത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെയാണ്. വിദ്യാഭ്യാസപരമായി നിവൃത്തിയില്ലാത്ത, അതുമാത്രമല്ല അപ്പൻ മരിച്ചുപോയ അല്ലെങ്കിൽ അമ്മയില്ലാത്ത കുട്ടികളെ, പിന്നെ അതുമാത്രമല്ല അപ്പൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന ഇതുപോലുള്ള കുട്ടികളെ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇവർ നുഴഞ്ഞു കയറും. എന്നിട്ട് ഇവർ ആദ്യം എന്തെങ്കിലും ഒരു ശകലം കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ ഒരു മിഠായി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചായ ആയിരിക്കാം, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കേക്കായിരിക്കാം. ഇങ്ങനെ കൊടുത്ത് ഈ പെൺകുട്ടികളെ ബോധപൂർവ്വം വലയിൽ വീഴ്ത്തും. എന്നിട്ട് ഇവരുടെ പെൺകുട്ടികളോട് ഇവർ പറഞ്ഞു വെച്ചേക്കും, ഇവരുടെ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ ഇവിടെ തട്ട പിടിക്കണം, പൊട്ട് അഴിച്ചു മാറ്റണം. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലിട്ടുണ്ട്, പൊട്ട് അഴിച്ചു മാറ്റുന്നതിൻ്റെ, തട്ടപ്പെടുന്നതിൻ്റെ. ഒരു ഹിന്ദു പെൺകുട്ടിയെ അവളുടെ പൊട്ട് അഴിച്ചു മാറ്റി അവളെ തട്ട പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു കൊന്തമാല ഊരി മാറ്റിയിട്ട് അത് തട്ട പിടിക്കുന്ന പരിപാടിയുണ്ട്, മനസ്സിലായോ? ഇതെല്ലാം ഇവരുടെ ഒരു ടാർഗറ്റാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം കേരളത്തിലുണ്ട്. അത് കാസ പോലുള്ള സംഘടനകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവന്മാരുടെ ശക്തി അല്പം ക്ഷയിച്ചിട്ടുണ്ട്. 100 കണക്കിന് പെൺകുട്ടികളെയാണ് ഇവർമാർ ഈ ലവ് ജിഹാദിൽ കുരുക്കിയെടുത്തത്. കാരണം ഇസ്ലാം വൽക്കരണം. അന്തസ്സില്ലാത്തവന്മാരെ ഇവന്മാരെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വ്യാജമല്ലേ ഇവർ ചെയ്യുന്നത്, വഞ്ചനയല്ലേ ചെയ്യുന്നത്, വിശ്വാസ വഞ്ചന.
കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവിനെ എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു മുസ്ലിം കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട് സംസാരിക്കാൻ പേടിയാന്ന് പറഞ്ഞു. എൻ്റെ വാക്കുകളല്ല, ഒരാൾ വിളിച്ചു പറഞ്ഞതാണ്. എന്താ കാരണം? ഇവരിങ്ങനെ തപ്പി നടക്കുകയാണ് എവിടെയാണ് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ, എന്നിട്ട് അവരെ ലവ് ജിഹാദ് നടത്തി എടുക്കാൻ. അപ്പോൾ മിസ്റ്റർ നവാസ്, എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കുക. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കിയാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു 30 വർഷം, താങ്കൾക്കും ഏതാണ്ട് ഒരു 40-45 വയസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെയൊക്കെ ഒരു 10 വയസ്സുള്ള കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, അന്ന് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ആകെപ്പാടെ ഒരേ ഒരു മുസ്ലിം കുടുംബം ഉണ്ടായിരുന്നുള്ളൂ. ആ മുസ്ലിം കുടുംബം എന്ന് പറയുന്നത് അദ്ദേഹം ഇറച്ചി വെട്ടുകാരനായിരുന്നു. ആ ഇറച്ചി വെട്ടുന്ന ഇക്ക, ഞങ്ങൾ അദ്ദേഹത്തെ ഇക്ക എന്നാണ് വിളിക്കുന്നത്, ഇറച്ചി വെട്ടുന്ന ഇക്ക എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം വന്ന് അദ്ദേഹം പുറത്തുനിന്ന് വരുന്ന, അവിടെ ഒരു ചെറിയൊരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്, രാത്രി അവിടെ താമസിച്ച് രാവിലെ ഇറച്ചി വെട്ടും. അപ്പോൾ നേരം വെളുത്ത് രാവിലെ പോത്തിറച്ചി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു മുസ്ലിമിനെ ആദ്യം കാണുന്നത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ കാര്യമേ പറഞ്ഞത്. പക്ഷേ അന്ന് ഒരു മുസ്ലിം എന്നോ ഒരു ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഈ ഇവന്മാർ ഈ കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? മതം ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഹലാൽ ഭക്ഷണം, ഇതെല്ലാം കൂടി ഇവന്മാർ ഇതിൻ്റെ അകത്ത് കയറ്റിക്കൂട്ടി. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞില്ല, ഇപ്പം എറണാകുളം സെൻറ് റീത്ത സ്കൂളിൽ, പള്ളുരുത്തിയിലുള്ള സെൻറ് റീത്ത സ്കൂളിൽ ബോധപൂർവം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്യുമായിരുന്നു. ആ പ്രശ്നം തീർന്നു. എന്നിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ കൊച്ച് അടുത്ത സ്കൂളിൽ ഇപ്പോൾ വേണ്ട എൻ്റെ കൊച്ചു അടുത്ത സ്കൂളിലേക്ക് പോയിരിക്കുന്നു. ഇനി തിരിച്ച് വേണ്ട എൻ്റെ കൊച്ചു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. വേണ്ട എൻ്റെ കൊച്ച് ഹിജാബ് ഇട്ടുകൊണ്ട് കലോത്സവത്തിന് പോയിരിക്കുന്നു. എൻ്റെ കൊച്ച് വേണ്ട അങ്ങനെ പോയിരിക്കുന്നു. ഇത് ബോധപൂർവം ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ഇവർ ബോധപൂർവം ചെയ്യുന്നൊരു പരിപാടിയാണ്. അല്ലാതെ ഇത് യാദൃശ്യമായിട്ടല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനമുണ്ട്. മിസ്റ്റർ നവാസ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. താങ്കളൊന്ന് ആലോചിച്ചു, ഞങ്ങളുടെ ഭവനത്തിലുള്ള കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? താങ്കൾ പറ. നിങ്ങളെപ്പോലുള്ള ഈ അലവലാദികൾ കാരണം നാട്ടിലിറങ്ങി മനുഷ്യന് നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മാന്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ, അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന 2 ക്രിക്കറ്റ് താരങ്ങളെ അഖിൽ ഖാൻ എന്ന് പറയുന്ന ഒരുത്തൻ, ഒരു ഇസ്ലാമിക് മതതീവ്രവാദി, ആ 2 സ്ത്രീകളെ കയറി കടന്നു പിടിച്ചു. ആർത്തിയോ? കേരളത്തിൽ നല്ലൊരു ശതമാനം ബലാത്സംഗം, പിടിച്ചുപറി, മോഷണം, അതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയേ. ഏത് സമൂഹമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് തയ്യാറാകൂ മിസ്റ്റർ നവാസ്. എന്നിട്ട് നിങ്ങൾ പറ, കേരളത്തിലുണ്ടായ ക്രിമിനൽസിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു വർഷത്തെ ലിസ്റ്റ് നിങ്ങൾ നടത്തുക, ഒരു വർഷത്തെ പേപ്പർ കട്ടിങ് നിങ്ങൾ നടത്തി. എന്നിട്ട് ഈ പ്രകൃതിവിരുദ്ധ ലൈംഗികതയിൽ കുട്ടികളെ പീഡിപ്പിച്ചതും, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ മയക്കുമരുന്ന്, മദ്യം, ഇതുപോലെയുള്ള സാധനങ്ങൾ കടത്തിയതും പിടിച്ചതും, ഹാൻസ് വിൽപ്പന, ഇതുമെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ച് നോക്ക്. അപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഓരോ ഹിന്ദു ഭവനങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും ഇത് തിരിച്ചറിഞ്ഞു. അവർക്ക് അവരുടെ കുട്ടികളെ നോക്കണം, അല്ലേ? ഇത് അവർ ചെയ്യണ്ടേ? എന്നിട്ട് പറയാ ഇതില്ല. അപ്പം ഇതിനെതിരെ പ്രതികരിക്കുന്നവരുടെ വായടച്ചു പൂട്ടാം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നടക്കുമോ? കാരണം നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി അവിടുത്തെ കുട്ടികളെ പ്രലോഭിപ്പിച്ച്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത്, അല്ലെങ്കിൽ മിഠായിക്കകത്ത് ലഹരി കലർത്തി കൊടുത്ത്, അവരെ മയക്ക് കിടത്തി പീഡിപ്പിച്ച്, അവരുടെ ഫോട്ടോ എടുത്ത് അവരെന്ത് ചെയ്യുക? ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പരിപാടിയുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചറിയുക താങ്കളെ പോലുള്ള ആളുകൾ. അല്ലാതെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കത്തിച്ച് വിട്ടിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ തിരിച്ചറിയുക. നിങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൻ്റെ ദോഷത്തെ നിങ്ങൾ തിരിച്ചറിയുക. ആ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു മാനസികതയുണ്ടാവും. ആദ്യം നിങ്ങളുടെ തലച്ചോറൊന്ന് മാറ്റിവെച്ചിട്ട് ഈ മതതീവ്രവാദം നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ വീഡിയോക്ക് മറുപടി പറയേണ്ടി വന്നതിൻ്റെ കാര്യം എന്നറിയോ?
ഞങ്ങളൊക്കെ വളരെ മാന്യതയോടും മനസ്സമാധാനത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഈ അലവലാദികൾ കാരണം ഒരു സമാധാനമില്ല. അടുത്തത് എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഭാരതീയ ഇവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട്. 11 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു. എത്ര ഇസ്ലാം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ, എത്ര ലഹളകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ, അതുകൂടെ പറയണ്ടേ? അതെല്ലാം പറഞ്ഞിരുന്നു. ഞാനൊക്കെ അത് വിശ്വസിച്ചാളാ. നീ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? 2014 തൊട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലോട്ട് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ദളിതന്മാരുമാണ്. അതിന്റെ കണക്കുകളൊന്നും ഇതിന് ഞാൻ പറയാൻ മറുപടി, മിസ്റ്റർ നവാസ്, നിങ്ങൾക്കറിയില്ല. ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, വാരണാസിക്കടുത്ത്. നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്? പറ. നിങ്ങൾ പറഞ്ഞത് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കെതിരെ പീഡനം. ഞാനൊരു 1000 മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം. അവർ പറയുന്നത് എന്താണ് ഉത്തർപ്രദേശിൽ നടക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 24 കോടി ജനസംഖ്യയുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഇവിടെ മുസ്ലിം പോപ്പുലേഷനും നല്ലൊരു ശതമാനമുണ്ട്. പക്ഷേ ഇവിടെ ഈ അടുത്ത നാളുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു സംഘർഷം ഇവർ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തു. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഈ നന്നായി കല്ല് പെറുക്കി എറിയാൻ കഴിയുന്ന ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ബറേലിയിൽ ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അവരുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു കളഞ്ഞെന്നല്ലേ താങ്കൾ പറഞ്ഞേ? ഇദ്ദേഹം പറയുന്നുണ്ട്, കാരണമുണ്ട്. അതായത് സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കയ്യേറി ഏതാണ്ട് 140 കോടി രൂപ വില വരുന്ന ഭൂമിയാണ്. അതിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം കയ്യേറി ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവ്. എന്നിട്ട് ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. എന്താണെന്നറിയോ? യോഗി, നിനക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളോട് എതിരിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടെങ്കിൽ, ഞാനത് ഹിന്ദി പറയാത്ത ഇവിടെയുള്ള ആളുകൾ കേൾക്കും എന്നുള്ളതുകൊണ്ടാണ്. നിനക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ നേരിടാൻ? ഞങ്ങൾ ഒരു സംതിങ് ആണ്, ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നിട്ട് വലിയൊരു കലാപമാണ് ഇവിടെ സൃഷ്ടിച്ചത്. ആ കലാപത്തെ ഐ ലവ് മുഹമ്മദ് എന്ന പേരിലുള്ളൊരു കലാപം, ആ കലാപം ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ച് ഇന്ത്യയെ ഒരു ഭീകരമാക്കി മാറ്റാൻ, നേപ്പാൾ പോലൊരു കലാപമായിട്ട് മാറ്റാനാണ് ഈ നവാസിൻ്റെ ആളുകൾ പദ്ധതിയിട്ടത്. ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനി ഇത് കേൾക്കണം. ഇവരിവിടെ ചെയ്യുന്ന ബോധപൂർവമായ പരിപാടി കാരണം ഇന്ത്യ ഒരു കലാപഭൂമി ആക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചു. പക്ഷേ യോഗിയുടെ ഗവൺമെൻറ് അതിനെ അടിച്ചൊതുക്കി. പിന്നെ എവിടെയാണ് ദളിത് പീഡിപ്പിക്കുക? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഉള്ള പീഡനം പോലെ എത്ര പീഡനം ഇവിടെ നടന്നു? പോട്ടെ, നിങ്ങളുടെ ഭൂരിപക്ഷമുള്ള ഇറാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ലെബനോനിലും യമനിലും ഒക്കെ നടക്കുന്ന, നൈജീരിയയിലും ഒക്കെ നടക്കുന്ന പീഡനം നിങ്ങൾക്കറിയാവോ? അപ്പോൾ ഇതൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ഇവർ ഇതെല്ലാം അറിഞ്ഞിട്ടും അഭിനയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. സുഹൃത്തെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇന്ത്യയെ ഒരു മതേതര രാജ്യമാണ്. 80% ഹിന്ദുക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും സുരക്ഷിതമായി ജീവിക്കുന്നത്. മിസ്റ്റർ നവാസ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 80% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാമോ? അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു 100 മുസ്ലിം കുടുംബങ്ങളുടെ ഇടയിൽ ഒരു ഹിന്ദു കുടുംബത്തിന് താമസിക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, 100 മുസ്ലിങ്ങൾ താമസിക്കുന്ന 100 മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നവൻ്റെ നടുക്ക് ഒരു ഹിന്ദു കുടുംബത്തിന് താമസിക്കാൻ കഴിയുമോ എന്ന് യോഗി ആദിത്യനാഥ് ചോദിച്ചു. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതേസമയം 100 ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നതിന് നടുവിൽ ഒരു മുസ്ലിം കുടുംബത്തിന് താമസിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് സമാധാനമാണ് ഈ പ്രഖ്യാപിക്കുന്നത്?
നിങ്ങളുടെ മെജോറിറ്റിയുള്ള ഏതെങ്കിലും ഒരു രാജ്യം സമാധാന രാജ്യമുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുണ്ടോ? നിങ്ങളുടെ സമൂഹത്തിൽ ഒരു 100 തീവ്രവാദ സംഘടന ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഘടന. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ ഏറ്റവും അധികം ഭീകരവാദം, തീവ്രവാദം സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ കാണുന്നത് തന്നെ ഭയമാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒന്ന്, പുറത്ത് വേറെ ഒന്നാണ്. ഇവിടെ നിങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ പറ്റില്ല. പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ എവിടെ പോയി? ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടെ പോയി? എന്താ നിങ്ങൾ ഉത്തരം പറയാത്ത? അതായത് നിങ്ങളുടെ ആളുകൾ വാളുകൊണ്ട് പുരുഷന്മാരെ കൊന്നു, സ്ത്രീകളെ നിങ്ങൾ ലൈംഗിക അടിമകളാക്കി അല്ലേ? നിങ്ങളുടെ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താ യുദ്ധ തടവുകാരായി പിടിച്ച സ്ത്രീകളെ എന്ത് ചെയ്യാം? ബലാത്സംഗം ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ ബലാത്സംഗികളല്ലേ? നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾ ബലാത്സംഗം ചെയ്യുമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഓരോരുത്തരും മാറി മാറി. എന്നിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പും നാണോ ഉണ്ടോ ഇവിടെ ഇരുന്ന് നിനക്കൊക്കെ പറയാൻ? ഇതിന് ചരിത്രം പഠിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നല്ല, ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത്. ക്രൈസ്തവ സമൂഹവും ഹിന്ദു സമൂഹവും നിങ്ങളുടെ ചരിത്രം പഠിച്ചു. അതായത് 6-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായ കൊല്ലും കൊലപാതകവും കൊള്ളിവെപ്പും ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണവും ഓരോ സമാധാനപരമായി ജീവിക്കുന്ന ഓരോ ഗോത്രങ്ങളിലേക്ക് ചെന്ന്, ഓരോ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവിടെ കൊലവിളി നടത്തി, അവിടെയുള്ള പെണ്ണുങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോകുന്നു, ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു. എത്രയെത്ര ചരിത്രങ്ങൾ. നോർത്ത് ഇന്ത്യയിലെ പീഡനം പറഞ്ഞാൽ നാണം കെട്ട് തലതാഴ്ത്തേണ്ടി വരുമെന്ന്. തനിക്ക് എന്നെ അറിയാം നോർത്ത് ഇന്ത്യയെക്കുറിച്ച്? എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം നോർത്ത് ഇന്ത്യയിലെന്ന്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചോദിക്കുക. ക്രൈസ്തവ സമൂഹത്തിന് ഇത് അവകാശപ്പെട്ടതാണ്. പീഡനമില്ലാതെ ഇതുവരെ ക്രൈസ്തവ സഭ വളർന്നിട്ടില്ല. അല്ലാതെ ഈ ഇസ്ലാം പോലെ കൊന്ന് 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 വാളുകൊണ്ട് കൊന്നു വളർന്നതല്ല ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് പീഡനത്തിലൂടെയും കഷ്ടതയിലൂടെയും അതുപോലെ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയൊരു സമൂഹമാണ്. അത് ക്രിസ്തു തന്നെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ അനവധി കഷ്ടങ്ങളിലൂടെ കടന്ന് സ്വർഗരാജ്യം അവകാശമാക്കേണ്ടവരാണ്. അടുത്ത വാക്യം, നിങ്ങൾ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുന്തോറും നിങ്ങൾ സന്തോഷമുള്ളവരായിരിപ്പീൻ. ഇത് ബൈബിളിൽ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങളാണ്. അത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചുണ്ട്. അത് സുവിശേഷം പറയുന്നത് കൊണ്ടും പ്രചരിപ്പിക്കുന്നതുകൊണ്ടും ആളുകളെ കൂട്ടുന്നത് കൊണ്ടുമാണ്. മനസ്സിലായോ? ഇപ്പം ഇവര് പച്ച കള്ളം ഇവിടെ ഇരുന്ന് പറയുകയാണ്. ഇന്ന് ഈ പുള്ളിയൊക്കെ ഇവിടെ ഇരുന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം 80% ഈ ഇസ്ലാമിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇന്നിവിടെ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ താമസിക്കാൻ പറ്റുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വടക്കൻ കേരളത്തിൽ ഒരു വണ്ടിയെ ഒരു ഹിന്ദു സ്ത്രീ യാത്ര ചെയ്യുകയാണ്. തട്ടമിട്ട പെൺകുട്ടികൾ ഈ സ്ത്രീയെ പൂരത്തെറി പറഞ്ഞ് അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോ ഒക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഭൂരിപക്ഷമുള്ള മേഖലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരുടെ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഈ ഹലാൽ ഫുഡല്ലാതെ വേറെ വല്ലതും കിട്ടുമോ? അപ്പം നമ്മൾ ഇതൊക്കെ കൂടുതൽ പറയാത്തതെന്നറിയോ? പറഞ്ഞു കഴിയുമ്പോൾ ഈ സമൂഹത്തോട് നമുക്കൊരു ഒരു താല്പര്യമില്ലായ്മ തോന്നും. ഇവരോട് നമ്മൾ അകന്ന് നിൽക്കും. ഇവർ ഇത്തരക്കാരാണോ, ഇങ്ങനെയുള്ള സ്വഭാവക്കാരാണോ, ഇവരുടെ കൂടെ യോജിച്ച് നിൽക്കാൻ കൊള്ളാവോ എന്നുള്ള ഒരു ഭീതിയും ഭയവും നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കും. അവർ നമ്മളോട് ചെന്ന് ചോദിക്കും, ഇവരുടെ കൂടെ അടുത്ത് നിൽക്കണോ വേണോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും പറയാം. അല്ലാതെ ക്രൈസ്തവ സമൂഹത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഈ വാക്കുകൾക്ക് മറുപടി പറയാൻ കെൽപ്പിൽ ആളുകൾ കഴിവില്ലാത്തവരല്ല. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും അതിന് തത്തുല്യമായ മറുപടി പറയാൻ ചങ്കൂറ്റവും കഴിവും ആംപ്യാറും ഉള്ളവരാ. നിങ്ങൾ വിചാരിക്കും SDP കാർ കുറേ കൊടിയും വടിയും തോരണവും എല്ലാം ആയിട്ട് നടന്നാൽ അവരാണ് വലുതെന്ന്.
ഞങ്ങളുടെ കൂട്ടത്തിലും കഴിവും സാമർഥ്യവും ആരോഗ്യവും ഒക്കെയുള്ള ആളുകളുണ്ട്. തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. സമ്പാദത്തിനാണെങ്കിൽ അതിനുള്ള ആളുകളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖല അതിനുള്ള ആളുകളുണ്ട്. എല്ലാ മേഖലകളിലും ഇതിനെല്ലാ ആളുകളുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഈ ആഭാസന്മാരുടെ ഇതിനൊക്കെ മറുപടി പറയാത്തതെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് ഇതുണ്ട കേട്ടോ, എന്നാ നാണം കേട്ട വർത്താനം ഇവനൊക്കെ പറയുന്നതറിയോ? ബീഫിന്റെ പേരിലും ഇവിടെ മതത്തിന്റെ പേരിലും ഇവിടെ വർണ്ണത്തിന്റെ പേരിലും കളറിന്റെ പേരിലും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലുണ്ടായ സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എത്രയോ ആളുകളുടെ വീടുകളാണ് ബുൾഡോസർ രാജ് ബുൾഡോസർ രാജ് ഇടിച്ചു കിടന്നതെന്നറിയോ? ഇവന്മാരുടെ ആളുകൾ ഇവിടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക. ഈ ബലാത്സംഗം ചെയ്തവൻ്റെയൊക്കെ വീടാണ് ഇടിച്ചു പറിച്ച് കളഞ്ഞത്. അല്ലാതെ ബലാത്സംഗം ചെയ്തവനെയൊക്കെ പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കാം. അതാണ് ഇവൻ ചിന്തിക്കുന്നത്. കാരണം പിന്നെ മദ്രസ അധ്യാപകന്മാർ ഇപ്പോൾ ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധമായ ലൈംഗികതയ്ക്ക് അവരെ പീഡിപ്പിക്കുന്നു. പ്രകൃതി വിരുദ്ധമായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? ഉമ്മ വെച്ച് പിന്നെയും ഒരു അധ്യാപകരായി നിയമിക്കുന്നു. ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കുകയില്ല. ചങ്ങതി പിടിയിട്ട് ഇതൊന്നും ഇവിടെ നടക്കുന്ന പരിപാടികളല്ല. അപ്പം ഇത് ശക്തമായ ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ട്. ഇവരിത് കൃത്യമായി തന്നെ ചെയ്യും. സംഗതി പിടികിട്ടിയോ? ഈ യോഗി ആദിത്യനാഥ് ഇടിച്ചു പൊളിച്ചത് നിന്റെ കണ്ണി കുരുവാണ്. ഇതൊന്നും നീ കാണുന്നില്ലേ? കാരണം സ്വന്തം കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടുള്ള പാസ്റ്റർമാര് സംഘി വേട്ടാവാളിയന്മാരെ അടിച്ചത് നീ കണ്ടില്ലേ? കണ്ടോ? ഇപ്പം പാലക്കാട് ഒരു പാസ്റ്റർ അടി കൊണ്ടെന്നാണ് പറഞ്ഞത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ. ഈ നാണം കെട്ടവന്മാരുടെ ആളുകളാണ് കളമശ്ശേരിയിൽ കന്യാസ്ത്രീമാരുടെ മഠം ആക്രമിച്ച് രാത്രിക്ക് രാമാനം കന്യാസ്ത്രീമാരുടെ മഠം ആക്രമിച്ച് ബുൾഡോസർ കൊണ്ട് മതിലിടിച്ച് നിരത്തി കളഞ്ഞിട്ട് അവിടെ കയറി താമസിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നെ എന്നാ പറയാനുള്ളത്? ഇപ്പം ഈ നമ്മുടെ പണി കൂടുവാണ്. കാരണം ഈ നാണം കെട്ടവന്മാർക്കെല്ലാം എതിരെ മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം ഈ ഇവന്മാരെ കൊണ്ട് ഈ യൂട്യൂബ് തുറന്നാൽ ഇവന്മാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ മേലാതെ ഇരിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന, വിദ്വേഷിപ്പിക്കുന്ന ഈ സൈസ് വർത്തമാനങ്ങളാണ് ഇവർ. എന്തായാലും ഇതുപോലെയുള്ള ഈ നാണം കെട്ടവന്മാരുടെ വളർച്ച കാരണം നമുക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരുവാണ്. പണി കൂടുവാണ്. എന്തായാലും ഇവൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഒരക്ഷരം പോലും ഇതിൻ്റെ അകത്ത് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതതീവ്രവാദികളെ കണ്ട് നിങ്ങൾ അകന്നു നിൽക്കുക. നമ്മുടെ കേരളത്തെ ഇതുപോലെയുള്ള ഈ നാണം കെട്ടവന്മാർ മുക്കിക്കൊല്ലുകയാണ്. അതുകൊണ്ട് ഇവന്മാരുടെ അടുത്തു നിന്നും എത്രയും പെട്ടെന്ന് ഓടി മാറി നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞു. ഇനി അടുത്ത നവാസിൻ്റെ വീഡിയോ വരട്ടെ. അന്നേരം